ഈ കുഴമ്പിട്ട വേദന പെട്ടെന്ന് മാറും. എന്തൊരു വേദന! വയ്യേ! നാശം പിടിക്കാണ്ട് ഒന്നുമില്ല ഇവിടെ. നോക്കി തടവ്. ഈശ്വരാ, എന്റെ കാലിന് എന്തൊരു വേദനയാ! അയ്യോ അയ്യോ! ഈ കുഴമ്പിട്ടിരുന്നെങ്കിൽ വേദനയ്ക്കൊരാശ്വാസമാവായിരുന്നു. എന്തു വിഷമാണെങ്കിലും എടുത്തു പുരട്ടി തൊലക്കടി. അയ്യോ! അമ്മേ! അമ്മേ! ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്താൻ നോക്കുമ്പോ ഇവള് കളി തുടങ്ങി. വിദ്യയെടുത്ത് എന്തെങ്ങനെ കണ്ട് ആസ്വദിക്കുന്നു. എനിക്കത് കണ്ടിട്ട് ഒന്നും കൂടി തരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛൻ? പലപ്പോഴും നമ്മൾ വീഴുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്തവരാ നമ്മുടെ സഹായത്തിനെത്തുക. കാലിടറുമ്പോഴെങ്കിലും കണ്ണ് തുറന്നാ മതിയായിരുന്നു. കാലുളുക്കി പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ഫിലോസഫി. ആയി നോക്കിയിരിക്കണ അവിടെ പരട്ടു വെച്ചേ. നീ കളഞ്ഞിട്ട് പോയേനെ. വന്നിട്ടെന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അല്ല, മറുപടിയൊന്നും പറയുന്നില്ല. ടേപ്പല്ലേ പണി. സൂക്ഷിച്ചു നിന്നില്ലെങ്കി പൊള്ളില്ലേ? അതുകൊണ്ടാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ചേച്ചി വേറൊന്നും വിചാരിക്കില്ല കേട്ടോ. ഞാനൊന്നും വിചാരിക്കില്ല. നീ എന്നെ ഉദ്ദേശിച്ച ഇത് പറഞ്ഞെന്ന് എനിക്കറിയാം. അല്ല വന്ദന, അച്ഛൻ സാമ്പാർ ചവിട്ടി വീണപ്പോ ഇവിടെ വന്ദന മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല. വന്ദനയും കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയതാ. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ഇപ്പൊ കണ്ണി കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടുവന്നങ്ങ് കരുതിയാ മതി. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇനിയും വെച്ചിട്ടുണ്ടെന്നല്ലേ? ആ ഡോക്യുമെന്റ് ഫയല് തീ കൊണ്ടിട്ടത് ഞാനാണെന്നെങ്ങാനും ഇവിടെ അറിഞ്ഞ എന്റെ ഈശ്വര. വിദ്യേച്ചി എന്തേ ആലോചിക്കുന്ന? ഒന്നുമില്ല. അപ്പൊ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവുക. അടുക്കളയിലാണെങ്കിൽ നല്ല പണിയുണ്ട്. ദേ, പണിയൊക്കെ നോക്കി ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോ നടുവെട്ടുമെന്ന് പറഞ്ഞതാ. ഓ, അത്രേ ഉള്ളോ? ശരി വന്ദനെ. മദർ, എന്റെ പേര് വർഷ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ വരുന്നേ. ആയിക്കോട്ടെ.
കുട്ടിക്ക് ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? അത് മുമ്പ് എന്റെ ഹസ്ബൻഡ് സ്നേഹത്തണലിൽ വളർന്നൊരാളാ. പേര് വിക്രം. ആ, വിക്രമോ? അങ്ങനെ ഒരാൾ ഇവിടെ താമസിച്ചിട്ടില്ലല്ലോ. ഉണ്ട് മദർ. ദാ. ഇതാണ്. ഇത് ബാലു അല്ലേ? ബാലു അല്ല, വിക്രം. അവന്റെ ഇവിടുത്തെ പേര് ബാലു എന്നാ. ബാലു. ഓ, അവന്റെ സ്കൂളിലെ പേര് വിക്രം എന്ന് തന്നെയാ. ബാലുവിന്റെ ഭാര്യയാണോ? അതെ മദർ. ഓ, എനിക്ക് വിക്രമിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് അറിയണം മദർ.